യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പൗരോഹിത്യത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന അധികാരമാണ് പാപം മോചിക്കുവാനും പാപം ബന്ധിക്കുവാനുമുള്ള അധികാരം. തിരുസഭയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, കാർഡിനൽ ന്യൂമാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു യുവാവിന്റെ കുമ്പസാരമായിരുന്നു. ആംഗ്ലിക്കൻ വൈദികനാണ്. ഓരോ മാസവും 4000 പൗണ്ട് ശമ്പളം വാങ്ങിയിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം ഉള്ള മനുഷ്യനായിരുന്നു. ഒരു ദിവസം കത്തോലിക്ക ദേവാലയത്തിന് മുമ്പിൽ ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാനച്ചൻ നിൽക്കുക. ഈ സമയത്ത് അദ്ദേഹം കാണുകയാണ്, ഒരുപാട് കലങ്ങിയ കണ്ണുകളുമായി, ഒരുപാട് ഹൃദയത്തിൽ വേദനയുമായി ഒരു യുവാവ് ദേവാലയത്തിന്റെ അകത്തേക്ക് കയറി പോകുന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഈ യുവാവ് പുറത്തേക്ക് വന്നു. എങ്ങനെയാണ് ദേവാലയത്തിൽ പോയത് അത് ഈ ന്യൂമാനച്ചന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ന്യൂമാനച്ചൻ കാണുകയാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രകാശം, എന്തെന്നില്ലാത്തൊരു തേജസ്. ഈ സമയത്ത് കൗതുകത്തോടുകൂടെ, ആംഗ്ലിക്കൻ വൈദികനാണെന്ന് ഓർക്കണം, അദ്ദേഹം ഈ ന്യൂമാനച്ചൻ ഈ യുവാവിനോട് ചോദിക്കുന്നുണ്ട്, അകത്തേക്ക് കയറിപ്പോയതുപോലെയല്ലോ തിരിച്ചു വരുന്നത്, എന്താണ് ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളിൽ സംഭവിച്ചത്? ഈ സമയത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ കുമ്പസാരക്കൂട്ടിലേക്കാണ് പോയത്. ആ കുമ്പസാരക്കൂട്ടിൽ ക്രിസ്തുവിന്റെ പ്രതിനിധിയായി പുരോഹിതൻ അവിടെ ഇരിക്കുന്നു. ആ പുരോഹിതന്റെ മുമ്പിൽ ഞാൻ എൻ്റെ പാപങ്ങൾ ഓരോന്നായി ഞാൻ ഏറ്റു പറഞ്ഞു. ഈ പുരോഹിതനുണ്ടല്ലോ, എൻ്റെ പാപങ്ങൾ ഓരോന്നും അവിടുന്ന് മോചിച്ചു. ഈ സമയത്ത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനു ദുഃഖിക്കണം, എന്തിനു ഭാരപ്പെടണം? കാരണം എൻ്റെ പാപങ്ങൾ മുഴുവൻ ഈശോ മോചിച്ചു. ഞാൻ ഓരോ പാപം പറഞ്ഞപ്പോഴും അവിടുത്തെ തിരുക്കുരിശിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്താലുണ്ടല്ലോ എൻ്റെ പാപത്തെ അവിടുന്ന് കടി വിശുദ്ധീകരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ സന്തോഷത്തോടു കൂടിയ, വലിയ ആനന്ദത്തോടു കൂടിയ ഞാൻ പുറത്തേക്ക് വരുന്നു. നാം ഓരോരുത്തരും തിരിച്ചറിയണം, കുമ്പസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആനന്ദമുണ്ട്. കാരണം എന്താ? ഈശോ എൻ്റെ പാപങ്ങൾ മുഴുവൻ ക്ഷമിച്ചു. ഇനി ഞാൻ മരിച്ചോട്ടെ, മരിച്ചാൽ പോലും എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഇടമുണ്ട്. ഈ സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ ഓരോ കുമ്പസാരം കഴിയുമ്പോഴും എനിക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂമാനച്ചൻ തീരുമാനിക്കുക, എനിക്ക് കത്തോലിക്ക സഭയിലേക്ക് വരണം. ഒരു മനുഷ്യന്റെ കുമ്പസാരം, അത് കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ആ മുഖത്തെ തേജസ് ആംഗ്ലിക്കൻ വൈദികനായ ന്യൂമാനച്ചന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. എനിക്ക് ഒന്ന് കത്തോലിക്ക സഭയിലേക്ക് വരണം. എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന് കുമ്പസാരിക്കാൻ, എൻ്റെ പാപങ്ങളൊന്ന് ഏറ്റുപറയാൻ. പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എന്തൊരാശ്വാസം! കണ്ടോ പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാ കുമ്പസാരിക്കുന്നത്? നമുക്ക് തിരുവചനത്തെ കാണാൻ സാധിക്കും, യേശുവിന് പാപം മോചിക്കാൻ അധികാരമുണ്ട്. അതുകൊണ്ടാണല്ലോ യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തളർവാദ രോഗി ആഗ്രഹിച്ചത് എന്താ? എൻ്റെ തളർവാദം മാറാൻ. എന്നാ യേശു എന്താ ചെയ്തത്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ ഈ തളർവാദത്തിന് സൗഖ്യം കൊടുക്കാതെ പാപത്തിന് സൗഖ്യം കൊടുത്തത്? അതിന് കാരണം കാണാം. തളർവാദം, ക്യാൻസർ, കിഡ്നി ഫെയിലർ, ഹാർട്ട് അറ്റാക്ക്, ഈ രോഗങ്ങളൊക്കെ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന, എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മാവുണ്ടല്ലോ ഈ ലോകത്തിന് അപ്പുറത്തേക്ക് പോകുന്നത്. ഈ ലോകം എത്ര ദിവസം നാം ജീവിക്കുന്നുണ്ടാവും? 100 വയസ്സ് വരെ ജീവിച്ചുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ പോകുന്ന 36,500 ദിവസം. 36,500 ദിവസം 100 വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചാൽ തുടർന്നും ജീവിക്കാൻ പോകുന്നില്ല. എന്നാൽ തിരിച്ചറിഞ്ഞോ, ഈ നിമിഷം ഞാനൊന്ന് മരിച്ചോട്ടെ, എൻ്റെ അവസ്ഥ എന്താ? എൻ്റെ രോഗങ്ങളുണ്ട്, ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ബാക്കി ഏതെല്ലാം രോഗങ്ങളാണോ, ഇതൊക്കെ ഈ മരണത്തോടുകൂടെ ഈ ലോകത്തിൽ അവസാനിക്കും.
എന്നാൽ എൻ്റെ ആത്മാവിന്റെ വിശുദ്ധി ഉണ്ടല്ലോ, ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നതാ, അത് നിത്യയിലേക്ക് പോകുന്നതാ. അതുകൊണ്ടാണ് യേശു തളർവാദ രോഗിയോട് പറഞ്ഞ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലണം. ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് സാത്താൻ ഇത്രമാത്രം കത്തോലിക്ക സഭയിലെ കൂദാശകളെ തകർക്കാൻ വേണ്ടി ഇത്രമാത്രം ഒരുമ്പിട്ടിരിക്കുന്നത്. കാരണം സാത്താൻ അറിയാം, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാം തിരുവചനം, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവന് അധികാരവും ശക്തിയും കൊടുത്തു. ഒരു പുരോഹിതൻ പൗരോഹിത്യം ജ്വലിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. സകല പിശാചുക്കളുടെ മേല അവന് അധികാരം കൊടുത്തിരിക്കുന്ന, ശക്തി കൊടുത്തിരിക്കുന്ന. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്ന ഒരു പ്രവണതയാ, ഒന്ന് പൗരോഹിത്യത്തെ ദുഷിപ്പിക്കുക എന്നുള്ളത്, 2 പുരോഹിതനും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുക എന്നുള്ളത്. കാരണം എന്താ? ഈ പൗരോഹിത്യത്തെ തകർത്തു കഴിഞ്ഞാൽ ഈ കൂദാശകൾ പരികർമ്മം ചെയ്യാൻ സാധിക്കുകയില്ല, നമുക്കാരുമില്ല. അത് പിശാചിന്റെ ഒരു കെണിയ. ഇതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, പുരോഹിതനും ദൈവജനവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുക. കാരണം എന്താ? ഈ ദൈവജനം ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വിശുദ്ധ കുർബാനയില, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് പുരോഹിതല്ല. അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ തകർക്കാൻ നോക്കി കൊണ്ടിരിക്കുകയാണ് പിശാച്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും തിരിച്ചറിയണം, ഇതിനെതിരായ ചിന്തകൾ കടന്നു വരുമ്പോൾ ഇത് നമ്മുടെ വിശ്വാസത്തെയും കൂദാശ ജീവിതത്തെയും തകർക്കാനുള്ള പിശാചിന്റെ കെണികളാണ് എന്ന്. എന്തുകൊണ്ട് കുമ്പസാരിക്കണം? എങ്ങനെയാണ് നാം കുമ്പസാരിക്കേണ്ടത്? എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 10 വർഷത്തോളം ആവാറായി. ഈ 10 വർഷത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവജനം സ്വീകരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും. ഒരിക്കൽ ഒരു യുവാവ് എൻ്റെ അടുക്കൽ കുമ്പസാരിച്ച് ഒരു ദിവസം 3 പ്രാവശ്യം. ഇതിനു ശേഷം ഈ യുവാവ് എന്നോട് ചോദിച്ചു, 1-ാമത്തെ പ്രാവശ്യം വന്ന് കുമ്പസാരിച്ചു, അത് കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും വന്ന് കുമ്പസാരിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുക. ഇതിനുശേഷം ഈ യുവാവ് എന്നോട് ചോദിക്കുക, അച്ഛനെ എന്നെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഏറ്റു പറഞ്ഞ ഒരു കുമ്പസാരായിരുന്നു. ഇതിനുശേഷം ഈ മനുഷ്യൻ ചോദിക്കുക, അച്ഛനെ എന്നെ കുറിച്ച് എന്താ തോന്നുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഒരു മാലാഖിയാണ് വന്ന് നിൽക്കുന്നത്. ഈ സമയത്ത് ഈ യുവാവ് ചോദിക്കുക, അച്ഛാ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? അച്ഛന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ കേട്ടു, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ, ഇതാ ഒരു പുരോഹിതന് അവിടുന്ന് അധികാരം കൊടുത്തിട്ടുണ്ട്. അനുദപിക്കുന്ന പാപിയെ വിശുദ്ധീകരിക്കുന്ന കർത്താവിന്റെ കൃപയാൽ എനിക്ക് ലഭിച്ച പൗരോഹിത്യ വരങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നിന്റെ പാപം മോചിക്കപ്പെട്ടു. പിന്നെ നീ എന്തിനാ ഇത് തലയിലും പിടിച്ചോണ്ട് നടക്കേണ്ട ആവശ്യം? ഇപ്പോൾ നീ പാപങ്ങൾ മുഴുവൻ ഏറ്റു പറഞ്ഞതുകൊണ്ട് ഈ സമയം നീ ഒരു മാലാഖിയാണ് എന്ന് ആ യുവാവിനോട് പറഞ്ഞു. എങ്ങനെയാണ് നാം കുമ്പസാരിക്കാൻ പോകേണ്ടത്? അതിന് മനോഹരമായ ഒരു ഭാഗം തിരുവചനത്തെ കാണാൻ സാധിക്കും. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവര് ജെറിക്കോ കോട്ട തകർക്കുവാൻ വേണ്ടി പോകുക. എന്നാൽ ഈ ജെറിക്കോ കോട്ട അവിടെ കഴിവ് കൊണ്ടൊന്നും തകർക്കാൻ കഴിയുന്നതല്ല, അവിടെ ബുദ്ധി കൊണ്ടൊന്നും തകർക്കാൻ കഴിയുന്നതല്ല, ആയുധങ്ങൾ കൊണ്ടൊന്നും അത് തകർക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ദൈവം അവിടെ കൂടെയുണ്ടായിരുന്നു. ദൈവം വ്യക്തമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട്. ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും 6 ദിവസം ഓരോ പ്രാവശ്യം വലം വെക്കണം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും വലം വെക്കണം. ഇതിനുശേഷം ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജെറിക്കോ കോട്ട അവിടെ നിന്ന് വിജയം വരിച്ചു വരും. ഈ വിജയം വരിച്ചു വരുമ്പോഴുണ്ടല്ലോ, അവിടെ നിന്ന് ഒന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. വചനം ഇങ്ങനെയാണ് പറയുന്നത്, നശിക്കപ്പെടേണ്ട ഈ പട്ടണത്തിൽ നിന്ന്
നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും ഉണ്ടാകും. എന്നാൽ ഇവിടെ ജീവിതത്തെ കാണാൻ സാധിക്കും. ആർക്കും തകർക്കാൻ കഴിയാതിരുന്ന ഈ ജെറിക്കോ കോട്ട, അവർ ആയുധധാരികളായിട്ടൊന്നുമല്ല. ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും വലം വെച്ച് കഴിഞ്ഞപ്പോൾ 7ാമത്തെ ദിവസം 7ാമത്തെ പ്രാവശ്യം ഈ ജെറിക്കോ കോട്ട തകർന്ന് തരിപ്പണമായി. വലിയ സന്തോഷമായി, അവിടെ കോൺഫിഡൻസ് കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഓരോ പട്ടണങ്ങൾ നേരിടാൻ വേണ്ടി അവര് പോകുക. അടുത്ത അവരുടെ ലക്ഷ്യം ആയി പട്ടണമാണ്. ഈ ആയി പട്ടണത്തെ കുറിച്ച് അവർ സ്കെച്ച് എടുത്തു. ഈ സമയത്ത് അവർക്ക് കാണാൻ സാധിച്ചു, ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അധികം പേരൊന്നും പോകേണ്ട ആവശ്യമില്ല, നിഷ്പ്രയാസം നമുക്ക് ആയും പട്ടണത്തെ കീഴടക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവര് ആയും പട്ടണത്തെ കീഴടക്കാൻ വേണ്ടി ഇതാ ജെറിക്കോ കോട്ടയെ തകർത്ത് ആ വലിയ വിജയാരവത്തോടുകൂടെ ആയി പട്ടണത്തിന് മുമ്പിൽ ചെന്നു. പക്ഷേ അവരുടെ മുമ്പിൽ അവർ തുന്നം പാടി തോറ്റുപോരിയ. പിന്നീട് കാണാൻ സാധിക്കും, ഇവരെയൊക്കെ നയിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ആ സമയത്ത് ജോഷുവ ചെയ്തത് എന്താ? അവര് പരാജയപ്പെട്ടു. നിഷ്പ്രയാസം അവര് വിജയം വരിച്ചു പോരുമെന്നാ വിചാരിച്ചേ. പക്ഷേ ജോഷുവയുടെ തകർന്ന് തരിപ്പണാവുക. നമ്മൾ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടില്ലേ? അവൻ വസ്ത്രം കീറി ഇതാ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കമിഴ്ന്ന് കിടക്കുക. ഈ സമയത്ത് ദൈവം ജോഷുവയെ വിളിച്ചു, ജോഷുവ, നീ എന്തിനാ നെടുവേർപ്പെടുന്നേ? നീ എന്തിനാ ഈ തകർന്ന മനസ്സുമായിട്ട് ഇവിടെ ഇരിക്കുന്നേ? അപ്പൊ ജോഷുവ പറഞ്ഞു, ഞങ്ങൾ തകർന്നു, ഞങ്ങൾ നശിച്ചു, ഞങ്ങൾ ഈ പട്ടണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു. അതെനിക്ക് സ്വീകരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയത്ത് ദൈവം ജോഷുവയോട് പറയുകയാണ്, എന്താണ് പരാജയത്തിന് കാരണം? ഇതാ ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കാണാൻ സാധിക്കും, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന അവർ ലംഘിച്ചു. ഈ ഒരു കാര്യമാണ് അവിടെ പരാജയത്തിന് കാരണം. നമ്മളും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലും ഈ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ എന്തുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ ഈ പരാജയങ്ങൾ കടന്നു വരുന്നത്? പാപത്തിന് 2 ഡൈമെൻഷൻ ഉണ്ട്. ഒന്ന് പേഴ്സണൽ ഡൈമെൻഷൻ, 2 സോഷ്യൽ ഡൈമെൻഷൻ. പാപം ഞാൻ ചെയ്യുമ്പോൾ അത് എന്നെ തന്നെ ബാധിക്കുന്നു. 2 എന്നിലൂടെ ഒഴുകേണ്ട ദൈവത്തിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ ബ്ലോക്കായി പോകും. അതാണ് പാപത്തിന്റെ സോഷ്യൽ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ അച്ഛൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനാ. ഈ അച്ഛൻ പാപം ചെയ്യുമ്പോൾ അത് അച്ഛനെ തന്നെ ബാധിക്കുന്നു. 2 അച്ഛനിലൂടെ ഒഴുകേണ്ട ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ടതാ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ അത് എന്നെ ബാധിക്കുന്നുണ്ട്. എന്നിലൂടെ ഒഴുകേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. തിരുവചനത്തിൽ കാണണം, അബ്രാഹത്തിന്റെ ജീവിതം. ദൈവം അബ്രാഹത്തോട് പറയുക, അബ്രാഹം, നിന്റെ പിതൃഭവനത്തെയും ദേശത്തെയും നിനക്കുള്ളതെല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരും ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും. ഈ അബ്രാഹം ദൈവത്തിന്റെ വാഗ്ദാനമൊക്കെ കേട്ട് പോകുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹോത്തരമാക്കും. പക്ഷേ അബ്രാഹത്തിന് ജീവിതത്തെ നോക്കി കഴിയുമ്പോൾ ഒരു അനുഗ്രഹവും ഇല്ലല്ലോ, ഒരു അഭിഷേകവും ഇല്ലല്ലോ. എന്നും ലോത്തിന്റെ ഇടയന്മാരും അബ്രാഹത്തിന്റെ ഇടയന്മാരും ചണ്ട, എന്നും ചണ്ട. ഈ വഴക്ക് തീർക്കാൻ അബ്രാഹത്തിന് നേരമുള്ളൂ. ആ സമയത്താണ് അബ്രാഹത്തിന് തിരിച്ചറിവുണ്ടാവുന്നത്. ദൈവം അനുഗ്രഹിക്കും. എപ്പോഴും അനുഗ്രഹിക്കുക? ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിട്ട് എന്നെ പിന്തുടരാനാ പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് അബ്രാഹം എന്താ ചെയ്തതെന്നറിയോ? ദൈവം ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങൾ കൂടെ കൊണ്ടുപോയി ലോത്തിനെ കൂടെ പിടിച്ചു. പിന്നീട് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഒഴുകുന്നില്ല. എന്നാൽ ഈ ലോത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാ അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകിയത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
ഓരോ മക്കളും ചിന്തിക്കണം, എനിക്ക് ദൈവം അനുഗ്രഹം വേണം, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകണം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, എന്തെങ്കിലും ഞാൻ കൊണ്ടുപോയി നടക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിലേക്ക് ഒഴുകുന്ന ബ്ലോക്കാവും. ഈ അബ്രാഹാം ലോത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഒഴുകിയത്. ദാവീദിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കി. ദാവീദ് ചെയ്ത പാപം എന്താ? ഊറിയായുടെ ഭാര്യ ബേർശബയെ ബലാത്സംഗം ചെയ്തു. ഇതാ ഊറിയായി കൊലക്കളത്തിൽ മുന്നിൽ നിർത്തി അദ്ദേഹം കൊലപാതകം എന്നുള്ളൊരു പാപം കൂടി ചെയ്തു. ഇദ്ദേഹം ആരോടെ ചെയ്തതാ? തൻ്റെ സേവകന്റെ ഭാര്യയോട്, തൻ്റെ സേവകനോട്. എന്നാൽ ഈ ദാവീദിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, ദാവീദിന് ഒരു പുത്രനുണ്ട് അബ്നോൻ, ഒരു മകളുണ്ട് താമർ. അവരുടെ ജീവിതത്തിൽ കാണുക, സഹോദരനെ സഹോദരിയെ കാണുമ്പോൾ പാപം ചെയ്യാനുള്ള പ്രേരണ. പ്രിയപ്പെട്ടവരെ, തലമുറയിലേക്ക് ഒഴുകേണ്ട അഭിഷേകം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷത്തെ കാണാൻ സാധിക്കും. സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ, സക്കേവൂസ് യേശുവിന്റെ സവിധെ കടന്നു എന്നും യേശു ഒന്നും സക്കേവൂസിനോട് ചോദിക്കുന്നില്ല. നിന്റെ പഴയ ജീവിതം ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ, ഒന്നും അദ്ദേഹത്തെ തിരുത്താൻ പോകുന്നില്ല. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ സക്കേവൂസിന്റെ ജീവിതം മാറി. സക്കേവൂസ് പറഞ്ഞു, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പരിഹാരം ഞാൻ ചെയ്തോളാം. ഈ സമയത്ത് യേശു എന്തെന്നാ പറഞ്ഞേ? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സക്കേവൂസ് പാപം ചെയ്തു, ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പരിഹാരം ചെയ്തോളാം എന്ന്. ആ സമയത്ത് സക്കേവൂസിന്റെ രക്ഷ കൈവന്നിരിക്കുന്നു എന്നല്ല യേശു പറഞ്ഞ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. കണ്ടോ പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന്റെ സോഷ്യൽ ഡയമെൻഷനും പേഴ്സണൽ ഡയമെൻഷനും സക്കേവൂസിന് മാത്രമല്ല അനുഗ്രഹം അനുഭവിക്കാൻ തയ്യാറായപ്പോൾ, തിരിച്ചു നടക്കാൻ തയ്യാറായപ്പോൾ, മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് രക്ഷ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളും തിരിച്ചറിയണം, എൻ്റെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തടസ്സം എന്താ? ഞാൻ കൊണ്ടുപോയി നടക്കുന്ന ചില പാപത്തിന്റെ കെട്ടുകളാ. പ്രിയപ്പെട്ടവരെ, ഈ ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്യുക. ആഗാൻ ചെയ്ത പാപം എന്താണെന്നറിയോ? ആഗാൻ ഈ ജെറീക്കോ കോട്ടയെ തകർത്ത് അവിടെ നിന്ന് പോരുന്ന സമയത്ത് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നാൽ ഈ ആഗാൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ നിന്ന് കുറെ സ്വർണം, കുറെ വെള്ളി, അതുപോലെ കുറെ തുണിത്തരങ്ങളും എടുത്തുകൊണ്ട് പോന്നു. പിന്നീടുള്ള എല്ലാ യുദ്ധത്തിലും ഇസ്രായേൽക്കാർ പരാജയപ്പെടുക. ആഗാനെ പാപം ചെയ്തുള്ളൂ. പക്ഷെ ദൈവം എന്തെന്നാ പറയുന്നേ? ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, അവർ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുവെന്ന്. നമ്മളും അറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. പിന്നീട് ഈ ജോഷുവയോട് ദൈവം പറയുന്നുണ്ട്, ജനത്തെ വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ വിശുദ്ധീകരിക്കുവിൻ. ഈ ജനത്തെ വിളിച്ചുകൂട്ടി വിശുദ്ധീകരിക്കുന്ന കൂദാശയുടെ പേരാണ് കുംഭസാരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ജനത്തെ വിളിച്ചുകൂട്ടി വിശുദ്ധീകരിക്കേണ്ടത്? ദൈവം ആഗാനോട് പറയുന്നുണ്ട്, ഇതാ പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി വരണം, അതിനുശേഷം ഗോത്രത്തെ ഓരോ കുലമായി തിരിക്കണം, കുലത്തെ കുടുംബക്രമത്തിൽ കൊണ്ടുവരണം. നമ്മൾ കുംഭസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കും എങ്ങനെയാണ് കുംഭസാരിക്കേണ്ടത്? ഞാൻ കുറെ പാപം ചെയ്തിട്ടുണ്ട് എന്നല്ല പറയേണ്ടത്. ഗോത്രം ഗോത്രമായി, കുലം കുലമായി, കുടുംബം കുടുംബമായി എനിക്ക് കുംഭസാരിക്കാൻ സാധിക്കണം. 10 കൽപ്പനകളിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്ത. തിരുസഭയുടെ കൽപ്പനയിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്ത. മൂലപാപങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്ത. ഗോത്രം ഗോത്രമായി, കുലം കുലമായി, കുടുംബം കുടുംബമായി കുംഭസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലണം.
നാം കുമ്പസാരിച്ച് അവിടെ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് നാം കുമ്പസാരിക്കേണ്ടത്? അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ ആഖാനോട് ജോഷുവ പറയുന്നുണ്ട്, നീ എന്താണ് ചെയ്തതെന്ന് നീ എന്നോട് പറ. നമ്മൾ കുമ്പസാരക്കൂട്ടി ചെന്നിട്ട് ഞാൻ എന്താണോ ചെയ്തത് അതാണ് ഞാൻ ഏറ്റു പറയേണ്ടത്. ഈ സമയത്ത് ആഖാൻ പറയുന്നുണ്ട്, ഞാൻ ഇതാ കുറച്ച് സ്വർണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് തുണി എടുത്തിട്ടുണ്ട്. എന്തോരെടുത്തേ? 250 ഷെക്കൽ വെള്ളി, 50 ഷെക്കൽ സ്വർണം, പിന്നെ വീണായിൽ നിന്നുള്ള മേലങ്കി. ഈ കുമ്പസാരത്തിന് നമുക്കുണ്ടാവണ്ട വ്യക്തത ഉണ്ടാവണം, കൃത്യത ഉണ്ടാവണം, വിശുദ്ധീകരണം ഉണ്ടാവണം. വ്യക്തതയോടുകൂടെ, കൃത്യതയോടുകൂടെ, വിശുദ്ധീകരണത്തോടുകൂടെ കുമ്പസാരിക്കുമ്പോൾ ആ കുമ്പസാരം വാലിഡ് ആയി തീരുള്ള. ഒരു കുമ്പസാരമായി തീരണം. നമുക്ക് നല്ല കുമ്പസാരത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. അനുതാപത്തിന്റെ ചുടുകണ്ണീര് വീണ്ടുവെങ്കിൽ മാത്രമേ എൻ്റെ കുമ്പസാരം അത് വാലിഡ് ആവുള്ളൂ. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി എന്നെ ഒരുക്കണമേ. എത്രയോ നാളായി ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ട് പലപ്പോഴും ചടങ്ങായി പോകുന്ന എൻ്റെ ജീവിതം. പരിശുദ്ധാത്മാവേ, നീ എന്നെ സഹായിക്കണമേ. 10 കൽപ്പനകളിലൂടെ, തിരുസഭയുടെ കൽപ്പനകളിലൂടെ, മൂലപാപങ്ങളിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി കുമ്പസാരക്കൂട്ടിൽ കാൽവരിയിലെ മരക്കുരിശ് വെട്ടിക്കീറി ഉണ്ടാക്കിയതാണ് കുമ്പസാരക്കൂട്. അവിടെ ചെന്ന് എൻ്റെ പാപങ്ങളൊന്ന് ഏറ്റുപറയാൻ നീ എനിക്ക് ശക്തി തരണമേ.